അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു നോമ്പ് തുറയാണ് കേട്ടോ. വീട്ടിൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പത്തിരിപ്പണിയിലാട്ടോ തുടക്കം തന്നെ. പിന്നെ ഉമ്മ ഒന്ന് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി സമൂസ പണിയിലേക്ക് മാറിട്ടോ. അപ്പോൾ സവാളൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് ആണുള്ളതാ അതേടാ ഞാൻ മഞ്ചൊരു പെണ്ണാ. വീഡിയോ ഓണാക്കുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോന്ന് അവതരിപ്പിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ നന്നാക്കി എടുത്തിട്ടു. സവാള നമ്മൾ അരിയാറില്ല കേട്ടോ. കട്ടറില്ലേ, കട്ടർ എന്നല്ല അതിന് പറയാം, പേര് മറന്നു കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി, അതിലാകുമ്പോൾ നന്നായിട്ട് ചെറിയ കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ 2 പച്ചമുളക്, വേപ്പില, മല്ലിയില അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടോ. വേപ്പില പാത്രം തുറന്നപ്പോൾ അതേ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ആ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ സവാള വാട്ടാനായിട്ട് നിന്നിട്ടോ. അത് പെട്ടെന്ന് വാട്ടിയെടുത്ത് മസാല നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് സുഖമായിട്ട് ചൂടാറിക്കോളും. സംഭവം സെറ്റ് ചെയ്യാനാകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചൂടാറിക്കോളും. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം സവാളയും ഇതൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കൻ മസാല അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. അതെല്ലാം ചേർത്ത് അതിൻ്റെ ഇടയിൽ ഉമ്മ ദേ ഇവിടെ പത്തിരിപ്പണിയും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ജ്യൂസ് അടിക്കാനായിട്ട്, ജ്യൂസെല്ലാം ഇന്ന് ഷമാം ഷേക്ക് അടിക്കാൻ കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഷമാമ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. ഉമ്മ ചെറുതായിട്ടൊന്ന് കടയിലേക്ക് പോയി, കാരണം സമൂസ ഷീറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അനിയത്തി അവളെ എടുത്ത് പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടിപിടിന്ന് അതൊക്കെ സെറ്റ് ചെയ്തിട്ടോ. SP അല്ല, ഞാൻ സ്വന്തം പുകയത്തല്ല കേട്ടോ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഷെയ്ക്ക് അടിച്ചു. പിന്നെ മുസമ്പി നന്നാക്കി, മുസമ്പി എന്നല്ലേ ഇതിന് നിങ്ങൾ പറയാം. പിന്നെ വേഗം നാരങ്ങ വെള്ളം കലക്കിട്ടോ. നാരങ്ങ വെള്ളം കലക്കുമ്പോൾ എനിക്ക് പഴയ കാര്യം ഓർമ്മ വന്നിട്ടോ. ഐസ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തെണ്ടൂലേ അയൽവക്കത്തൊക്കെ. അന്നൊക്കെ ഫ്രിഡ്ജുള്ള വീട്ടുകാരാണല്ലോ അന്നത്തെ പൈസക്കാർ, അങ്ങനെ കേട്ടോ നമ്മൾ പറയാം. അപ്പോൾ അത് കലക്കി. പിന്നെ അത് ജ്യൂസ് അടിക്കുന്ന ഇപ്പോൾ കേട്ടോ കാണിക്കുന്നത്. കട്ടപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചത്. അതിനല്ലേ ഷേക്ക് എന്ന് പറയുക. അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ടോ. അപ്പോഴേക്കും മസാല റെഡിയായി. അപ്പോൾ ഞാൻ ബീഫാണ് കേട്ടോ ചേർക്കുന്നത്. ബീഫ് വെന്തത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നാക്കി ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ ഒരു കായ്പോള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട എടുത്തിട്ട് നന്നായിട്ട് പതപ്പിക്കണം. ഈ പതപ്പിക്കുന്ന സാധനം നിങ്ങൾക്കറിയാമോ? ഇതായിരുന്നു കേട്ടോ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ വീട്ടിലിപ്പോഴും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പുതിയതൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ല വീട്. അപ്പോൾ അത് അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഇതേ അനീത്തി സമൂസ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മ കടയിലൊക്കെ പോയി വന്നിട്ടോ ഷീറ്റ് മേടിച്ചിട്ട്. അങ്ങനെ സമൂസ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് അടുക്കളയിൽ എല്ലാം ഇടിപിടിയെന്നായിരുന്നു കേട്ടോ. കാരണം സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ 4 മണിക്കാണ് കേട്ടോ പണിയിലേക്ക് അങ്ങോട്ട് കടന്നത്. അപ്പോൾ നമുക്ക് 6 മണിയാകുമ്പോഴത്തേനും ബീച്ചിൽ നോമ്പ് തുറക്കാനാണല്ലോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം ഇടിപിടിയെന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടോ. പിന്നെ അപ്പോഴേക്കും അനീത്തി ഇവിടെ വന്ന് പായൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് ഞാനും പിന്നെ ജോയിൻ ചെയ്തിട്ടോ അതിലേക്ക്. മക്കളാണെങ്കിൽ ഇവിടെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുത്തു വെക്കുമ്പോൾ ഓരോരുത്തർക്ക് വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ അതിൻ്റെ ഇടയിലൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അൽഹംദുലില്ലാ നമ്മൾ ഇത് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നത്. നമ്മൾ ഇത്ര പോലും കിട്ടാത്ത എത്രയോ പേരുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചെന്നുള്ളൂ. നമുക്ക് ഒരുപാട് ഐറ്റംസോ അങ്ങനെ ഒന്നുമില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ എന്നൊക്കെ പറയൂലേ, അതേപോലെ ചെറുതായിട്ടൊരു നോമ്പ് തുറ. പുറത്തുനിന്ന് ആരെങ്കിലും വരാനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അനിയത്തിനെയും അടുത്തിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ വന്നില്ല. അവരുടേതായ ചുറ്റുപാടുകളിലായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ ഞാനും ഉമ്മയും അനിയത്തിയും എൻ്റെ മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അള്ളാഹ്ക്ക് വീണ്ടും നന്ദി പറയാണ്. നമുക്ക് ഇത്രയും തന്നത് തന്നെ അള്ളാൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എന്താ പറയേണ്ടത് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പം എന്തായാലും നോമ്പ് തുറ അങ്ങനെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബായ്.